നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന രാഷ്ട്രഭാഷ ഹിന്ദി പരീക്ഷ ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. അപ്പോൾ ഇനി വെറും 8 ദിവസമേ ഉള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യപേപ്പർ നന്നായി പഠിച്ചിട്ട് പോവുക. ഇതാണ് മോഡലായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് പ്രാചീന പദ്യങ്ങളാണ്, പിന്നെ വരുന്നത് ആധുനിക പദ്യങ്ങൾ. ഇതിൽ എല്ലാത്തിനും കൂടെ 3 എണ്ണം വേണം എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളിത് എഴുതുമ്പോൾ കവിപരിചയം എഴുതിയിട്ട് വേണം ഇതിൻ്റെ ആശയം എഴുതേണ്ടത്. ഓക്കെ. അടുത്ത് വരുന്നത് ഒരു കവിത തന്നിരിക്കും. ആ കവിത വായിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു 1 വേർഡ് ക്വസ്റ്റ്യനും പിന്നെ അതിൻ്റെ ആശയം എഴുതണം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അടുത്ത് വരുന്നത് റോമറ്റർ 3 ഏതെങ്കിലും 4 ആൻസർ വേണം ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗദ്യത്തിൽ വരുന്ന ആദ്യത്തെ 6 ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു 4 ചാപ്റ്റർ എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് മിക്കവാറും വരുന്നത്. അപ്പോൾ ഈ 6 ചാപ്റ്റർ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയേ പഠിക്കാനുള്ളൂ, ബാക്കിയെല്ലാം പദ്യങ്ങളാണ് വരുന്നത്, പദ്യവും ഗ്രാമറും. അടുത്ത 4ാമത് വരുന്നത് പ്രൊഫൈലാണ്. അപ്പോൾ ഇവിടെ ഒരു കവിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, അത് സെൻറ്റൻസ് ആക്കി എഴുതുക. അപ്പം നിങ്ങൾക്ക് അത് തന്നെ അതിൽ നോക്കി വ്യക്തമായിട്ട് എഴുതാൻ പറ്റും. ഓരോ വരികൾ വായിച്ചിട്ട് ഇപ്പോൾ ജന്മാണെങ്കിൽ ഹുവ, മൃത്യുവാണെങ്കിൽ ഹുയി, അപ്പോൾ ആദ്യമൊക്കെ ചേർക്കുമ്പോൾ ഉൻക ചേർത്തൊക്കെ എഴുതുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്. അടുത്ത് വരുന്നത് റോമറ്റർ 5 ഏതെങ്കിലും ഒരു ചരിത്ര ചിത്രം എഴുതാനാണ്. ഇവിടെ മഹാത്മാഗാന്ധി, കർമ്മവതി, ഗോരി 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ ചാപ്റ്റർ പഠിച്ചാലും പൃഥ്വിരാജിൻ്റെ ചാപ്റ്റർ പഠിച്ചാലും അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇതേ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ്. പിന്നെ അടുത്ത് വരുന്നത് ക്രമബദ്ധ എഴുതാനാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നേരത്തെ പറഞ്ഞില്ലേ ചരിത്ര ചിത്രണം, അപ്പോൾ അതിൽ നിന്ന് വരുന്ന 5 ചാപ്റ്ററിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. ഓരോ ചാപ്റ്ററിൻ്റെയും പരീക്ഷാ സഹായിയിൽ ഇതിൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് മാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നോക്കി അത് ചെയ്യുക. അടുത്ത് വരുന്ന ഗ്രാമറാണ്. നമ്മൾ ദൂസരിക്കും പ്രഥമയ്ക്കൊക്കെ പഠിച്ച അതേ ഗ്രാമർ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഗ്രാമർ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ആൻസർ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് സംഭാഷണം എഴുതാനാണ്. അപ്പോൾ ഇവിടെ 2 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് 2 വ്യക്തികൾ പറയുന്ന ഡയലോഗ് നോക്കി എഴുതാൻ പറ്റും. അടുത്ത് വരുന്നത് ജയിൽമേ ചന്ദിൻ്റെ ഒരു ഡയറിയാണ്. അപ്പോൾ ചന്ദ് വെറുതായി നമ്മുടെ പൃഥ്വിരാജിനെ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചേർത്ത് എന്ത് ചെയ്യാം, ഒരു 4-5 പോയിൻ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ വിഷമങ്ങൾ മാത്രം ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഡേറ്റ് കൊടുത്തിട്ട് മെയിനായിട്ട് വരുന്ന ഒരു 5 പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ പൃഥ്വിരാജിൻ്റെയും ഗാന്ധിജിയുടെയൊക്കെ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറി എഴുതാൻ കിട്ടും. ലാസ്റ്റ് വരുന്നത് പോസ്റ്ററാണ്. അപ്പോൾ ഇവിടെ പോസ്റ്റർ തന്നെ അതിൽ എല്ലാ പോയിന്റുകളും കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ഓർഡറിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് രാഷ്ട്രത്തിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് പരീക്ഷ. ഇതേ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. രാഷ്ട്രമൊക്കെ പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് പ്രവേശനം ചേരാം. അതുപോലെ ഭൂഷൺ സാഹിത്യചാര്യമൊക്കെ തുടർന്നുള്ള കോഴ്സുകൾ ചേരാം. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞത് ഇപ്പം +2 സാഹിത്യചാര്യം കഴിഞ്ഞൊരു കുട്ടിക്കാണെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആചാര്യ കോഴ്സിന് അപേക്ഷിക്കാൻ പറ്റും. ആചാര്യ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കേട്ടറ്റൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് UP ഹൈസ്കൂൾ സെക്ഷനിലൊക്കെ അപേക്ഷിക്കാൻ പറ്റും കേട്ടോ, PSC അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു കോഴ്സ് കൊണ്ടുള്ള ഉപയോഗം. പിന്നെ അത് മാത്രമല്ല നമുക്കിത് 18 വയസ്സ് കഴിഞ്ഞ് സാഹിത്യചാര്യമൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പ്രചാരസഭയിൽ നിന്ന് നേരിട്ട് രജിസ്ട്രേഷൻ കിട്ടും, പ്രചാരഷിപ്പ് കിട്ടും. അപ്പം നമുക്ക് സ്വന്തമായൊരു ഹിന്ദി വിദ്യാലയം നടത്താനുള്ള ഒരു അവസരമൊക്കെ ഇതിൽ കിട്ടും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു കോഴ്സാണ്. പിന്നെ ഓൺലൈനായിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കാം, സ്വന്തമായി വരുമാനം നേടാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ പലർക്കും ഇത് അറിയില്ല എന്തിനാണ് ഇത് പഠിക്കുന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കുക. ഞാൻ 10-25 വർഷമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ എനിക്കൊരു 4 സ്ഥാപനമുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്ത കുട്ടികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അപ്പോൾ 2 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് വേണമെങ്കിലും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ഫുൾ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതും ലഭിക്കുന്നതാണ്. വാട്സപ്പ് റെക്കോർഡ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ 1000 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് ഇനി 8 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഷുവറായിട്ട് ഞാൻ ഗ്യാരൻറ്റി പറയുന്നു, നിങ്ങൾക്കൊരു 60 മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.